ിലേക്ക് സ്വാഗതം. നടികർ തിലകം ലാൽ ജൂനിയർ ഡയറക്റ്റ് ചെയ്യുന്ന ടൊവിനോ തോമസിൻ്റെ സിനിമയാണ്. നടികർ ലാൽ ജൂനിയർ എന്നാണ് സിനിമയുടെ പേരിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. നടികർ തിലകം എന്ന ആദ്യ പേരിൽ നിന്ന് മാറി ടൊവിനോ തോമസും സൗബിൻ സഹറും ഭാവനയും ഒക്കെ അഴിഞ്ഞാടാൻ പോകുന്ന സിനിമ എന്നുള്ളതാണ് നടികർ തിലകത്തിൻ്റെ പ്രത്യേകത. 1000-ഓളം ഷോകളാണ് സിനിമയ്ക്ക് ആയിട്ട് ഇന്ന് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ന 1000-ഓളം ഷോകളല്ല, 1000-ഓളം സ്ക്രീനുകളാണ് എന്നുള്ളതാണ്. ഇനി പ്രിവ്യൂ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ USA സിനിമയുടെ പ്രിവ്യൂ നടക്കുന്നുണ്ട്. പലർക്കും ആ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. എല്ലാവരും പ്രിവ്യൂ ഇല്ല എന്നുള്ള ലെവലിലാണ് നടക്കുന്നതെങ്കിൽ പ്രിവ്യൂ ഉണ്ട്. അത് പ്രിവ്യൂ ഇതുവരെ നടന്നിട്ടില്ല. നമ്മളുടെ സമയം ആകുമ്പോൾ മാത്രമായിരിക്കും ഒരുപക്ഷെ അവിടെ നടക്കുക. എന്താണേലും അണിയറയിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്ക് പ്രകാരം നടികർ വെറൈറ്റി പടമാണ് എന്നുള്ളതാണ്. സിനിമയ്ക്കുള്ളിലെ അല്ലെങ്കിൽ ഒരു സൂപ്പർ താരത്തിൻ്റെ കഥ പറയുന്ന കോമഡി വൽക്കരിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അതിനകത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കുറച്ച് തീമുകൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ്. എന്താണേലും വമ്പൻ ബഡ്ജറ്റിൽ തന്നെയാണ് ഈ സിനിമ വരുന്നത്. മലയാള സിനിമയ്ക്ക് വലിയ ചേഞ്ച് വന്നിരിക്കുന്നു. നേരത്തെ മലയാള സിനിമയുടെ മൊത്തം കളക്ഷൻ്റെ രീതിയിലുള്ള കണക്കുകളാണ് ഇന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഈ സിനിമയും 25 കോടിക്കടുത്ത് തന്നെയാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന, അതായത് നിവിൻ പോളിയുടെ കഴിഞ്ഞ സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമ 32 കോടിക്കടുത്താണ് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് 25 കോടിക്ക് മുകളിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ വന്നിരിക്കുന്നത്. നടികർ തിലകം ഒരു വെറൈറ്റി സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്നു. പ്രിവ്യൂ റിപ്പോർട്ടുകളിൽ നൽകിയിരിക്കുകയാണെങ്കിൽ അതിൽ ഇറങ്ങുന്നതിന് മുമ്പ് അണിയറയിൽ നിന്ന് ലഭ്യമായ ഒരു വാക്കിത് മാത്രമാണ്. അല്ലാതെ ഇത് ഗംഭീരം, അതിഗംഭീരം, പൊളിയാണ്, ഞങ്ങൾ തകർത്ത് 100 കോടി അടിക്കുമെന്നുള്ള റിപ്പോർട്ടുകളല്ല വന്നിരിക്കുന്നത്. വെറൈറ്റി സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്നു. 2-3 ഷോർട്ട് ഫിലിം പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്തിൽ വരുന്നു. ഒരു നടൻ തുടർച്ചയായി വിജയിക്കുകയും പിന്നീട് അയാൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഒരു സ്പൂഫ് പോലെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇനി പ്രീസെയിലേക്ക് നമുക്ക് കടന്നു വരികയാണെങ്കിൽ ഇതുവരെ സിനിമയ്ക്ക് 46 ലക്ഷത്തോളം രൂപയാണ് പ്രീ സെയിലിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിൽ വന്നിട്ടും പടം കൊള്ളാമെങ്കിൽ വിജയിക്കും എന്നുള്ള ലെവലിൽ തന്നെയാണ് അണിയറയും നിൽക്കുന്നത്. എന്താണേലും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അതിഗംഭീരമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇവിടെ കാത്തിരിക്കാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ടൊവിനോ തോമസ് ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ ഇന്ന് യൂത്തിനെ പിടിച്ചിരുത്തുന്ന സിനിമകൾ തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം. നമുക്ക് നാളെ രാവിലെയാണ് സിനിമയുടെ റിലീസ്. 12 മണിയോടെ അതിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ ലഭ്യമാകും. അതിനു മുമ്പ് USA റിപ്പോർട്ടുകൾ ലഭ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയ.